ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. ദ്രൗപദി ദർശം ഭാഗം 36. രചന ഫൗസിയ നൗഷാദ്. ആഷിയും ശിവയും രണ്ടാളും തിരികെ വീട്ടിലേക്ക് വന്നു. കഥ പറഞ്ഞ് എത്ര നേരം ഇരുന്നെന്നറിയില്ല. ദർശും ശ്യാമയും കാര്യമായ എന്തോ ചർച്ചയിലാണ്. എന്താ രണ്ടാളും കൂടി? ഏയ്, ഏട്ടൻ ഉറക്കം എണീറ്റ് പോസ്റ്റ് അടിച്ചിരിക്കുകയായിരുന്നു. ഞാൻ കമ്പനി കൊടുത്തതാ, ശ്യാമ പറഞ്ഞു. അന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചു. പതിവ് പോലെ കളിച്ചിരികളായി കടന്നുപോയി. ശ്യാമ ആഷിയോട് മിണ്ടാൻ കൂട്ടാക്കിയതേയില്ല. ആഷിക്ക് അതിൽ നല്ല വിഷമവുമുണ്ട്. പിറ്റേ ദിവസം എല്ലാവരും പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അമ്മ അച്ചാറും കുറേ പലഹാരമൊക്കെ കുഞ്ഞു ഡബ്ബകളിലാക്കി പാക്ക് ചെയ്തു. ശിവ നീല ധാവണി ധരിച്ചു. സിന്ദൂരം തൊട്ട് മുടിമടഞ്ഞിട്ട് ഒരുക്കം പൂർത്തിയാക്കി. കൊള്ളാം, ചേച്ചിക്ക് ഡ്രസ്സ് നല്ല പോലെ ചേരുന്നുണ്ട്, ശ്യാമ പറഞ്ഞു. മോക്ക് ഇനി വരുമ്പോൾ കുറച്ച് ഡ്രസ്സ് ഞാൻ എടുത്തുകൊണ്ട് തരാട്ടോ. ഒരുപാട് ഇരിപ്പുണ്ട് അവിടെ. ദേവേട്ടൻ വാങ്ങിച്ചുകൊണ്ട് വരുന്നതാ. എല്ലാം എനിക്കെന്തിനാ, ശിവാനി പറഞ്ഞു. ചേച്ചി ഭാഗ്യവതിയാ ചേട്ടനെ കിട്ടിയതിൽ, അവള് പുഞ്ചിരിയോടെ പറഞ്ഞു. നീയും ഭാഗ്യവതിയ മോളെ, നീയായിട്ടാ ഭാഗ്യം തട്ടിക്കളയരുത്. അത്രേ ഉള്ളൂ ചേച്ചിക്ക് പറയാം. ബാക്കിയൊക്കെ മോളുടെ ഇഷ്ടം. ശ്യാമ പുറത്തേക്കിറങ്ങി. കുറച്ച് ദിവസങ്ങളിലായി അവളുടെ മനസ്സിൽ വല്ലാത്തൊരു യുദ്ധം നടക്കുകയാണ്. അവൾ ആശയുടെ മുറിയിലെത്തി. അവൻ പിങ്ക് ടീഷർട്ടും ബ്ലൂ ജീൻസും ആയിരുന്നു വേഷം. അതവൻ ഏറെ യോജിക്കുന്നുണ്ട്. മുടി ചീക്കി ഒതുക്കുമ്പോൾ ആണ് ശ്യാമ വന്നത്. അവൻ അവളെ കണ്ടതായി ഭാവിച്ചില്ല. ബാഗൊക്കെ എടുത്ത് ഇറങ്ങാൻ ഒരുങ്ങുമ്പോൾ അവൾ അവനെ വിളിച്ചു. ഒന്ന് നിൽക്കൂ. അവൻ അവിടെ തന്നെ നിന്നു. അവൾ അവൻ്റെ അടുത്തേക്ക് വന്നു. എന്നോട് ദേഷ്യമാണെന്നറിയാം, ക്ഷമിക്കണം. എനിക്ക് ആരോടും ദേഷ്യമില്ല. എന്തിനാ കള്ളം പറയണേ? എനിക്ക് മനസ്സിലാവും. അവൻ അവളുടെ കണ്ണുകളിൽ നോക്കി. അവളുടെ കണ്ണ് കലങ്ങിയിട്ടുണ്ട്. സത്യമായിട്ടും എനിക്ക് നിന്നോട് ദേഷ്യമില്ല കുട്ടി, ആശി പറഞ്ഞു. എന്നാൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളെ. ഇഷ്ടത്തെക്കാളേറെ പേടിയാ നഷ്ടപ്പെടുമെന്ന്. അതുകൊണ്ടാണ് അന്ന് ഞാൻ ചോദിച്ചിട്ട് ആശയോട് എനിക്ക് മറുപടി തന്നില്ലല്ലോ. അവൻ്റെ മുഖം തെളിഞ്ഞു. അവൻ അവളുടെ കരങ്ങളിൽ കരം ചേർത്തു. എൻ്റെ കുട്ടി, ഒരു വാക്ക് ആശി തരും. എൻ്റെ ആദ്യത്തെയും അവസാനത്തെയും പ്രണയം നീ ആയിരിക്കും പെണ്ണെ. ആരോഗ്യം എതിർത്താലും നിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് കൂടെ കൂട്ടും. ആ ഉറപ്പ് പോരെ? അവളുടെ മുഖം തെളിഞ്ഞു. മതി, കാത്തിരുന്നോളാം ഞാൻ. എത്രത്തോളം എനിക്ക് പറ്റുമെന്ന് അറിയില്ല. ശ്യാം എപ്പോൾ വേണമല്ലോ. അവനവളുടെ വായ പൊത്തി. അരുത്, നിനക്കൊന്നും സംഭവിക്കില്ല. എത്രയും വേഗം നിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ഒരല്പസമയം എനിക്ക് വേണം. അത് കഴിഞ്ഞാൽ എത്രയും വേഗം ഞാൻ വരും, ആശിയുടെ പെണ്ണായി നിന്നെ കൂട്ടിക്കൊണ്ടു പോവാൻ. അവളുടെ നെറ്റിയിൽ മൃദുവായി ചുംബിച്ചവൻ പറഞ്ഞതും പെട്ടെന്നൊരു കയ്യടി. അവർ ഞെട്ടി പിന്മാറി. വാതിൽക്കൽ ശിവയും ദർശും. ആകെ ചമ്മിയ മട്ട് ശ്യാമയും ആശിയും. എന്താ ഇപ്പോൾ ഇവിടെ നടന്നേ? എന്തൊക്കെയായിരുന്നു അല്ലേ ശിവ? ഇപ്പോൾ നമ്മൾ ആരായി? ദർശി കളിയാക്കി ചോദിച്ചു. അതെ, സ്നേഹിക്കാൻ പറ്റില്ല, ജീവിക്കാൻ പറ്റില്ല, ഡയലോഗ് മാത്രം കുറേ ഉണ്ടായിരുന്നു. അങ്ങനൊന്നും ഞങ്ങൾ പറഞ്ഞില്ല അല്ലേ അനു? ആശി ചോദിച്ചു. അതെ, നമ്മൾ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ രണ്ടായും ഒന്നായല്ലേ? യെസ്. എനിവേ, താങ്ക് യു സോ മച്ച്. എനിക്ക് എൻ്റെ അനുവിനെ കിട്ടി. ഇതിൻ്റെ പിന്നാമ്പുറത്ത് നിന്ന് പ്രവർത്തിച്ച എല്ലാ മാന്യമഹാജനങ്ങൾക്കും നന്ദി, ആശി പറഞ്ഞു. പോടെ, അവൻ്റെ ഒരു നന്ദി. ഞങ്ങളുടെ കൊച്ചിനെ വിഷമിക്കാതെ വേഗം കെട്ടാൻ നോക്ക്, ദർശു പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇറങ്ങാമല്ലേ? സമയം കുറേ ആയി. രണ്ടുപേരും മുഖാമുഖം നോക്കി. പിരിയാൻ താല്പര്യമില്ലെന്ന് അവരുടെ മുഖഭാഗം കണ്ടാൽ അറിയാം. മോനെ ആശി, നിന്റെ ചാട്ടം എങ്ങോട്ടാന്ന് എനിക്ക് മനസ്സിലായി. വേഗം ഇറങ്ങിക്കോ, സമയമില്ല. ഇന്നങ്ങ് എത്തണം. ആശി മനസ്സോടെ യാത്ര പറഞ്ഞിറങ്ങി. ശ്യാമയോടും അമ്മയോടും യാത്ര പറഞ്ഞ് അവരെല്ലാവരും ഇറങ്ങി. അനു, ഞാൻ വരും നിന്നെ കൂട്ടിക്കൊണ്ടു പോവാൻ, അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചവൻ പറഞ്ഞു. കാത്തിരിക്കും ഞാൻ. നൊമ്പരമേറിയൊരു നോട്ടം സമ്മാനിച്ചുകൊണ്ട് അവർ പിരിഞ്ഞു. കാറ് പാടം കഴിഞ്ഞ് മുന്നോട്ട് നീങ്ങി. അവർ ഇറങ്ങി 1 മണിക്കൂർ കഴിഞ്ഞില്ല. അതിനു മുന്നേ തന്നെ ശ്യാം അവിടേക്ക് വന്നു. പോയോടി എല്ലാവന്മാരും? എത്ര ദിവസത്തേക്കായിരുന്നു? നീ എത്ര വാങ്ങി? അമ്മയ്ക്കും മോക്കും മതിയായോ? അവൻ പുച്ഛത്തോടെ ചോദിച്ചു. ശ്യാം, വൃത്തികേട് പറയരുത്. നിന്നെപ്പോലെ അല്ല എല്ലാവരും. അതുകൊണ്ട് തന്നെയാണല്ലോ നീയും നിന്റെ ചേച്ചിയും വേറെ ആണുങ്ങളെ കണ്ടുപിടിച്ചത്. നിർത്തിക്കോ ശ്യാം, ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? അത് പറഞ്ഞ് അവൻ അവളുടെ അടുത്തേക്ക് നീങ്ങി. അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ചു. ഇനി എന്ത് ചെയ്യുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നിന്നെ രക്ഷിക്കാൻ ഇനി ഒരുത്തനും വരാൻ പോകുന്നില്ല, ശ്യാം പറഞ്ഞു. അവൻ അവളെ മുറിയിലേക്ക് തള്ളി. അവൾ പോവാൻ വിസമ്മതിക്കും തോറും അവൻ അവളെ കൂടുതൽ ബലം പ്രയോഗിച്ച് മുറിയിലേക്കാക്കി. അമ്മ ഓടി വന്ന് അവനെ പിടിച്ചു മാറ്റാൻ നോക്കി. അപ്പോഴേക്കും രണ്ടാനച്ഛനും വന്നിരുന്നു. അയാൾ അവരെ നിലത്തേക്ക് പിടിച്ചു തള്ളി. അവരുടെ നെറ്റി പൊട്ടി ചോര ഒഴുകി. എന്നിട്ടും അവർ നിൽക്കാതെ ശ്യാമിന് പിന്നാലെ പോയി. അടങ്ങി നിൽക്കടി. ഇത്ര ദിവസം ഞങ്ങളെല്ലാം ക്ഷമിച്ചും സഹിച്ചു നിന്നത് ഇതിനു വേണ്ടിയാ. ഇനി അവൾ എൻ്റെ മോനുള്ളതാ. അവർ എഴുന്നേൽക്കാനാവാതെ വേദനയോടെ താഴേക്ക് വീണു. എൻ്റെ മോള്. ശ്യാം, നീ വാതിൽ തുറക്ക്. നിനക്കെന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വാതിൽ തുറക്കാനാ പറഞ്ഞത്. ശ്യാമ ബഹളം വെച്ചു. എന്നാൽ വാതിലിന് മുന്നിൽ നിന്ന് മാറാതെ കൈയും കെട്ടി ചിരിച്ചു നിൽക്കുകയാണ് ശ്യാം. ശ്യാം അവളുടെ അടുത്തേക്ക് നീങ്ങി. അവൾ ശരിക്കും നിസ്സഹായയായി പോയി. അവളുടെ കയ്യിൽ അവനെ ആക്രമിക്കാൻ പാകത്തിൽ ഒന്നും അവൾ കണ്ടില്ല. അവൻ്റെ കൈകരുത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു.
എൻ്റെ ഈശ്വര, ഞാൻ എന്താ അപ്പോൾ ചെയ്യുക? ഇവന് കീഴടങ്ങുന്നതിലും ഭേദം മരിക്കുന്നതാണ്. നീ എന്താ അനുമോളെ ആലോചിക്കുന്നത്? ഇനി നിന്നെ രക്ഷിക്കാൻ ആരും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് ഏട്ടനെ അനുസരിച്ചോ, അതാവും നിനക്ക് നല്ലത്. ഇല്ല ഇല്ല ഇല്ല, നിന്റെ സ്വപ്നം ഒരിക്കലും നടക്കാൻ പോകുന്നില്ലടാ നായേ. പണമുള്ളവരെ നിനക്ക് പറ്റുമല്ലേടി? ജനലിൽ അവൾ ചെടി വളർത്തുന്ന ബോട്ടിൽ അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവൾ തിരിഞ്ഞ് പെട്ടെന്നത് കൈക്കലാക്കി. ബോട്ടിൽ ജനലിൽ ആനടിച്ചു. അത് രണ്ടായി തകർന്നു. ഗ്ലാസ് ബോട്ടിലിന്റെ കൂർത്ത ഭാഗം അവൾ അവന് നേരെ നീട്ടി. എൻ്റെ അടുത്തേക്ക് വന്നാൽ നിന്നെ ഞാൻ തീർക്കും ശ്യാം. ആണോ? എന്നാ അതൊന്ന് കാണട്ടെ. ഇതൊക്കെ ഞാൻ കുറേ കണ്ടതാ. ഇത്തവണ നിന്റെ ഒരു ഭീഷണി ഇവിടെ വില പോകില്ല. അവൻ അവളുടെ അടുത്തേക്ക് നടന്നു. അവൾ ഭിത്തിയോട് ചേർന്നു. ഇനി രക്ഷപ്പെടാനാവില്ലെന്ന് അവൾക്കുറപ്പായി. ശ്യാം അടുത്തെത്തിയതും അവൾ ആ ബോട്ടിലിന്റെ കൂർത്ത ഭാഗം കൊണ്ട് വലത്തെ കൈയിലെ നരമ്പ് ഭാഗം മുറിച്ചു. ചോര കൊടുകുടാ പുറത്തേക്ക് ചാടി. അങ്ങനെ ഒരു പ്രതികരണം ശ്യാം പ്രതീക്ഷിച്ചതേയില്ല. ശ്യാമ ഒരു നിലവിളിയോടെ ബോധം കെട്ട് നിലത്തേക്ക് വീണു. മോളെ! അപ്പുറത്ത് നിന്ന് അമ്മയുടെ നിലവിളി. ശ്യാം ഭയന്ന് വിരണ്ട് വാതിൽ തുറന്നു. അവന്റെ ആ പെരുമാറ്റം കണ്ട് അച്ഛനും ഒന്ന് ഞെട്ടി. എന്താടാ? അവള് കൈമുറിച്ചു വെച്ചാ? ദൈവമേ! അയാൾ അകത്തേക്ക് കയറിയതും പുറത്ത് വാതിൽ തട്ടുന്ന ശബ്ദം. ശ്യാം ഇത്തവണ കൂടുതൽ ഭയന്നു. തുടരെ തുടരെ വാതിൽ തട്ടുന്ന ശബ്ദം. ശ്യാം, നീ അകത്തുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. വാതിൽ തുറക്ക്. ആശയുടെ ബഹളം. മോനെ! അമ്മയുടെ നിലവിളിയും ആശി കേട്ട് കഴിഞ്ഞു. എന്തോ അപകടം സംഭവിച്ചെന്ന് അവന് മനസ്സിലായി. അകത്തേക്കോടി. പുറത്തേക്കോടി രക്ഷപ്പെടാൻ ഒരുങ്ങിയ ശ്യാമിനെ ദർശ് വരിഞ്ഞു മുറുക്കി. ആശി മുറിയിൽ കയറി. അവിടെ പകച്ചു നിൽക്കുന്ന രണ്ടാനച്ഛനും താഴെ കയ്യിൽ നിന്ന് ചോരയൊലിച്ചു കിടക്കുന്ന ശ്യാമയും. അവന്റെ ദേഹം പെരുത്തേറി. അനുമോളെ! അവൻ അവളെ കൈകളിൽ വാരിയെടുത്തു. പിന്നാലെ വന്ന ശിവാനിയും ആ കാഴ്ച കണ്ട് നിലവിളിച്ചു. എന്താടാ നീ അവളെ ചെയ്തത്? ദർശ് സകല ശക്തിയും എടുത്ത് ശ്യാമിന്റെ നെഞ്ചത്ത് ചവിട്ടി. അവൻ വേയിച്ച് താഴേക്ക് വീണു. പക തീരുവോളം അവൻ ശ്യാമിനെ ചവിട്ടി കൂട്ടി. ദേവാ, വണ്ടി എടുക്ക്. ശ്യാമിനെ അവിടെ ഉപേക്ഷിച്ച് ദർശ് വേഗം വണ്ടിയെടുത്തു. ഈ സമയം ശിവാനി പോലീസിന് കോൾ ചെയ്ത് വിവരം പറഞ്ഞു. അവരെത്തുമ്പോഴേക്കും ശ്യാമയും അമ്മയും അവർ കാറിൽ കയറ്റി കഴിഞ്ഞിരുന്നു. ശ്യാമിന്റെ രണ്ടാനച്ഛനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. എങ്ങനെയോ പെട്ടെന്ന് പറഞ്ഞു തീർത്ത് അവർ കാർ എടുത്തു. ദർശ് അതിവേഗം കാർ ഡ്രൈവ് ചെയ്തു. ആശിയുടെ കയ്യിൽ വാടിക്കുഴഞ്ഞു കിടക്കുകയാണ് ശ്യാമ. അനു, കണ്ണു തുറക്കടാ. അനു! ആശി കരയും വിധമായിരുന്നു. എന്താ അവിടെ സംഭവിച്ചതെന്ന് ചോദിക്കാൻ ഒന്നും സമയമുണ്ടായിരുന്നില്ല. എത്രയും വേഗം ശ്യാമയെ ആശുപത്രിയിൽ എത്തിച്ചു. ആകെ തകർന്നു നിൽക്കുകയാണ് ആശി. ശിവ, എൻ്റെ അനുവിന് എന്തെങ്കിലും സംഭവിച്ച അവനെ അവൻ്റെ അച്ഛനെ ഞാൻ വെറുതെ വിടില്ല, ആശി പറഞ്ഞു. ആശി, നീ സമാധാനപ്പെട്. അവക്കൊന്നും സംഭവിക്കില്ല. ഡോക്ടർ എന്താ പറയുന്നതെന്ന് നോക്കട്ടെ. ദർശ അവനെ സമാധാനിപ്പിക്കാൻ നോക്കി. അമ്മയുടെ തലയിലും സ്റ്റിച്ച് ഇട്ടു. ഞാൻ ഫോൺ മറന്നു വെച്ചത് ദൈവമായിട്ട് എന്നെ ചെയ്യിപ്പിച്ചതാവും. അല്ലെങ്കിൽ എന്തായേനെ? എൻ്റെ കുട്ടിയെ അവന്മാർ ചേർന്ന്. ആശി വിതുമ്പി. ആശിയേട്ട, എന്താ ഇത്? അവക്കൊന്നും സംഭവിക്കില്ല. ഏട്ടനിങ്ങനെ വിഷമിക്കല്ലേ. ഉള്ളിലെ സങ്കടം മറച്ചു വെച്ച് ശിവ അവനെ ഓക്കെ ആക്കാൻ ശ്രമിച്ചു. ഡോക്ടർ പുറത്തേക്ക് വന്നു. ബ്ലഡ് ഒരുപാട് പോയിട്ടുണ്ട്. വേഗം ബ്ലഡ് ബാങ്കിൽ നിന്ന് ബ്ലഡ് അറേഞ്ച് ചെയ്യണം. എത്രയും വേഗം. താമസിക്കരുത്. ആഴത്തിലുള്ള മുറിവാണ്. അത് കേട്ടപാടെ ആശയും ദർശും അത് അറേഞ്ച് ചെയ്യാൻ ഓടി. ശരിക്കും എന്താ അമ്മ സംഭവിച്ചത്? ശിവാനി അമ്മയെ ചേർത്ത് പിടിച്ച് ചോദിച്ചു. നിങ്ങൾ പോയ ഉടനെ അവനും അവൻ്റെ തന്തയും കൂടി കയറി വന്നു. നിങ്ങളോടുള്ള ദേഷ്യം കൂടി ഞങ്ങളോടാ തീർത്തത്. അവൻ മോളെയും വലിച്ച് മുറിയിലേക്ക് കൊണ്ടുപോയി വാതിലടച്ചു. പിന്നെ ഞാൻ കേൾക്കുന്നത് ഒരലർച്ചയാ, അവർ ഇടർച്ചയോടെ പറഞ്ഞു. അവിടെ നടന്നത് എന്താണെന്ന് ശിവയ്ക്ക് ഒരുവിധം ഊഹിക്കാനായി. ശ്യാമിനെ പ്രതിരോധിക്കാൻ പറ്റാതെയായപ്പോൾ അനു സ്വയം ഇല്ലാതെയാകാൻ ശ്രമിച്ചു. ഇവനൊക്കെ എത്ര കിട്ടിയാലും മതിയാവില്ലെന്ന് വെച്ചാൽ എന്താ ചെയ്യുക? പക്ഷേ ഇനി എന്ത് ചെയ്യും? അമ്മയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാനോ? വേണ്ട, അതൊരിക്കലും ശരിയാവില്ല. മഹാദേവന്റെ വീട്ടിലേക്ക് ഒരിക്കലും അമ്മയെ കൂട്ടിക്കൊണ്ടു പോവില്ല. അത് കൂടുതൽ അപകടമാവും. അവർ ബ്ലഡൊക്കെ വേഗം തന്നെ സംഘടിപ്പിച്ചു. മറ്റേ എല്ലാവരെക്കാളും സങ്കടവും ടെൻഷനും ആയിരുന്നു ആശിയുടെ മുഖത്ത്. അവൻ എത്രമാത്രം അനുവിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് ശിവയ്ക്ക് ഓരോ നിമിഷവും മനസ്സിലാവുന്നുണ്ട്. ആശയേട്ടാ, വിഷമിക്കണ്ട. അവക്കൊന്നും വരില്ല. അവളെ സ്നേഹിക്കാൻ ഇത്ര പേരുള്ളപ്പോൾ അവക്ക് എന്ത് സംഭവിക്കാനാ? ഒന്നും സംഭവിക്കില്ല, ആശയുടെ കയ്യിൽ പിടിച്ച് ശിവാനി പറഞ്ഞു. തുടരും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നന്ദി.